നന്ദു ഇന്ന് എന്നോട് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി വെക്കണേ അമ്മു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് വേണ്ടി ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ക്യാരറ്റും ഒക്കെ ഇട്ടാണ് അവൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ മയോണൈസിനായിട്ട് ഞാൻ പുഴുങ്ങിയ മുട്ടയാണ് എടുത്തത്. അതിനകത്തോട്ട് വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തപ്പോഴത്തേക്ക് നല്ല ഹെൽത്തി മയോണൈസ് കിട്ടി. പിന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും മുളക് പൊടിയും കൂടെ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. വേറെ മസാലസ് ഒന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൊട്ടിച്ചൊഴിച്ച് മുട്ടയും കൂടെ, അതാകുമ്പോഴത്തേക്ക് അവളെയും പറ്റിക്കാം, നല്ല ഹെൽത്തി ആയിരിക്കും. പിന്നെ ആണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പലപ്പോഴും അവൾക്ക് ഓരോ ഫുഡൊക്കെ കൊടുക്കാറുള്ളത്. പിന്നെ ആണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസ്, അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരെ നന്ദുവിനെ വിളിക്കാനായിട്ടാണ് പോയത്. നന്ദു എന്നെ കണ്ട ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇതിലെല്ലാം ഇരുത്തി കഴിഞ്ഞാൽ നാളെ അവൾ അംഗനവാടി പോകുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഊഞ്ഞാലയിലും ഈ താറാവിലും എല്ലാം ഇരുത്തിയത്. കാരണം അവളും നാളെ പോവാൻ മടിക്കരുതല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.